അപ്പോൾ നമുക്കപ്പോൾ MongoDB സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് MongoDB ആയിട്ടുള്ള MongoDB യൂസ് ചെയ്യാനാണ് നോക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബാക്ക് എൻഡ് ഇരുന്ന് ക്രിയേറ്റ് ചെയ്തായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഒരു ഗെറ്റ് റിക്വസ്റ്റ് അയച്ചു. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒരു പോസ്റ്റ് റിക്വസ്റ്റ് അയക്കും. നമ്മൾ കോമൺലി നമ്മൾ ഗെറ്റ് റിക്വസ്റ്റ് അയക്കുന്നത് ഓരോ കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട് എൻഡ് ആയിട്ട് കൊണ്ടുവരാനാണ് റിയാക്ട്. അതുപോലെ ഫ്രണ്ട് എൻഡിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ബാക്ക് എൻഡ് ആയിട്ട് ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യാൻ നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന പോസ്റ്റ് റിക്വസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ പോസ്റ്റ് റിക്വസ്റ്റ് ഉപയോഗിച്ച് ഒരു ഡേറ്റാബേസിലായിട്ട് സേവ് ചെയ്യാനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്തല്ലോ, ഇത്രയും ചെയ്തല്ലോ. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് ആദ്യമായിട്ട് നമുക്ക് മോങ്കൂസ് എന്ന് പറഞ്ഞ ഒരു ORM കയറ്റണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ MongoDB ആയിട്ട് ഡയറക്റ്റ് നമുക്ക് MongoDBയിൽ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. MongoDB ഞാനത് കാണിക്കുന്നില്ല, നമുക്ക് ചെയ്തുകൊണ്ട് പോവാം. വെറുതെ അതിങ്ങനെ CRUD ഓപ്പറേഷൻ MongoDB ടെർമിനലിൽ കാണിക്കുന്നത് നല്ലത്. നമുക്ക് നമ്മുടെ ബാക്ക് എൻഡിൽ നിന്ന് ഇത് നമ്മൾ കോഡ് ചെയ്ത് ചെയ്യാം. അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോങ്കൂസ് എന്ന് പറഞ്ഞ ORM ആണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ MongoDB ഉണ്ട് ഡേറ്റാബേസ്. അപ്പോൾ ഡേറ്റാബേസിൽ കുറേ ചെയ്യുന്നത് ഇച്ചിരി കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് മോങ്കൂസ് എന്ന് വെച്ചാൽ ORM ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്ത് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അത് വെച്ച് നമുക്ക് എളുപ്പത്തിൽ MongoDBയുടെ ഡേറ്റ കുറയാനൊക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം മോങ്കൂസ് ഇൻസ്റ്റാൾ ചെയ്യണം. npm install mongoose ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം മോങ്കൂസ് ഇൻസ്റ്റാൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോങ്കൂസിൻ്റെ റൂട്ട് നമ്മൾ റിക്വയർ ചെയ്യണം. മോങ്കൂസിൻ്റെ ആ ഒരു വേരിയബിൾ വാർ മോങ്കൂസ് ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. റിക്വയർ ചെയ്തേക്കാം, ആവുമായിരിക്കും. റിക്വയർ QU അതാകാൻ വേണ്ടിയാ വെയിറ്റ് ചെയ്യണത്. ആവുന്നുണ്ട്. ആയി. ഇപ്പൊ നമുക്കത് റിക്വയർ ചെയ്യാം. മോങ്കൂസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ റിക്വയർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ വേരിയബിൾ ഉപയോഗിച്ച് നമ്മൾ ഡേറ്റാബേസോട്ട് കണക്ട് ചെയ്യാൻ പോകും. അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മോങ്കൂസ് ഡോട്ട് കണക്ട് സ്ട്രിങ് ആയിട്ട് നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ MongoDBയുടെ ഡേറ്റാബേസിൻ്റെ സെർവർ MongoDB ഡേറ്റാബേസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ സിസ്റ്റത്തിലാണ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ലോക്കൽ സിസ്റ്റം. അപ്പം ഈ MongoDB എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഡിലായിട്ട് വരും. പക്ഷെ നമ്മുടെ സിസ്റ്റത്തിൽ ഡേറ്റ MongoDB ആണ് നമ്മുടെ സിസ്റ്റത്തിൽ. നമ്മുടെ സ്റ്റോറേജ് ശരിക്കും വരുന്നത് നമ്മുടെ സിസ്റ്റത്തിലാണ്. MongoDB ഉപയോഗിച്ച് നമ്മുടെ സിസ്റ്റത്തിലായിട്ട് MongoDB ഡേറ്റാബേസ് നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. ആ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണത്, നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ MongoDBയുടെ ഒരു സെർവർ ഉണ്ട്. അതിൽ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പോകും. അപ്പം MongoDBയുടെ ഒരു ഡിഫോൾട്ട് പോർട്ട് ഉണ്ട് സിസ്റ്റത്തിൽ. അതാണ് MongoDB ലോക്കൽ ഹോസ്റ്റ് 27017. ഇതാണ് MongoDBയുടെ ഡിഫോൾട്ട് പാത്ത്. ഈ പാത്തിൽ നമ്മുടെ സിസ്റ്റത്തിൽ MongoDB റൺ ചെയ്യുന്നുണ്ട്. അപ്പം ഈ പാത്തിലായിട്ട് അതിൻ്റെ ഡേറ്റ ഇൻസ്റ്റൻസ് ഉണ്ട്, ഡേറ്റാബേസ് ഉണ്ട്. അപ്പം അതിലായിട്ടാണ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ആ കണക്ഷൻ സ്ട്രിങ് കൊടുക്കും. അപ്പം നമ്മൾ ആ ഡേറ്റാബേസോട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ആ സെർവർ നമ്മുടെ സിസ്റ്റത്തിലുള്ളത് ഒന്നുകൂടി പറയാം, നമ്മുടെ സിസ്റ്റത്തിലായിട്ട് സേവ് ആവും. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ MongoDB ക്ലൗഡ് സെർവേഴ്സ് ഉണ്ട്. അത് അറ്റ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് എടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിലായിട്ടാണ് ചെയ്യുന്നത്. ചുമ്മാ അതിൻ്റെ കൂടെ തന്നെ ആ കളക്ഷൻ്റെ ഒരു പേരും കൂടി, നമ്മളൊരു കളക്ഷൻ്റെ പേരും കൂടി ഇടാം. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് പേരിടും, സ്റ്റഡി എന്ന് പറഞ്ഞൊരു ചുമ്മാ ഒരു പേരിടാം. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ MongoDB ഇൻസ്റ്റാളേഷൻ കാണിച്ചായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഒരെണ്ണം കാണിച്ചില്ല. ഈ സാധനം ഇതാണ് MongoDB കോമ്പസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ MongoDB ആയിട്ട് ഷെല്ല് വെച്ച് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം. നിങ്ങളൊക്കെ SQL ഒക്കെ ചെയ്തിട്ടുള്ളതല്ലേ, ഷെല്ല് വെച്ചിട്ട് ഇൻസർട്ട് ഇൻഡു വെച്ച് നമ്മളിങ്ങനെ കമാൻഡ് ടെർമിനൽ അടിച്ച് കുറേ കാര്യങ്ങൾ കുറേയെങ്കിലും ചെയ്തിട്ടുണ്ട്. അതിന് പകരമായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതൊരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ്. MongoDB ഡേറ്റാബേസിൻ്റെ ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ് ഈ കോമ്പസ്. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യും. ഞാൻ ബാക്കി എണ്ണം കാണിച്ചില്ല കഴിഞ്ഞ. അതുപോലെ തന്നെ ഇതും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പാക്കേജ്. ഇത് നിങ്ങൾ ചെയ്യും മോങ്കോസ് കോമ്പസ്. ഇതിൽ നമുക്കിങ്ങനെ ഒരു ഡേറ്റാബേസോട്ട് കണക്ട് ആയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ എൻ്റെ ഡേറ്റാബേസ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അറ്റൻഡൻസ് എന്ന ഡേറ്റാബേസ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, അതിൻ്റെ ഇത്രയും ഡേറ്റ കിടപ്പുണ്ട് കണ്ടോ. ഇതൊക്കെ നമുക്ക് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിൽ തന്നെ എന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റും. ഇത് ഇവിടെ എഡിറ്റ് ബട്ടൺ നോക്കി കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ പറ്റും.
നമുക്ക് കൊറി ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല. വേണ്ട, ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണം. ഇത് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യും കോമ്പസ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടു. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു സ്കീം ക്രിയേറ്റ് ചെയ്യാം. അപ്പം അത് ഞാൻ ഒരു റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കണം. നമുക്ക് കണക്ട് ചെയ്ത് ഇവിടെ ഞാൻ ചുമ്മാ അത് വേണമെങ്കിൽ നമുക്കിവിടെ ചെയ്യാം. പക്ഷേ കണക്ട് ആയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ്. ഇനി നമ്മൾ ഡോട്ട് ഡെൻ ഒരു ഇത് കഴിഞ്ഞിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കണക്ട് ആയി എന്നറിയാനായിട്ടൊരു കോൾ ബാക്ക് കൊടുക്കും ഡെന്നിൻ്റെ. അപ്പോൾ നമുക്ക് കൺസോൾ ഡോട്ട് ലോഗിൽ കൊടുക്കാം ഡാറ്റാബേസ് കണക്റ്റഡ്. ഡാറ്റാബേസ് കണക്റ്റഡ്. ഡാറ്റാബേസ് ഇപ്പോൾ ഡാറ്റാബേസ് കണക്റ്റ് ആവുകയാണെങ്കിൽ അവിടെ കാണിക്കും ഡാറ്റാബേസ് കണക്റ്റഡ്. കണ്ടാ ഡാറ്റാബേസ് ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു ഡേറ്റ ഇൻസർട്ട് ചെയ്യണം. അതിന് നമുക്ക് ആദ്യം സ്കീമ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ നമ്മൾ മോംഗോഡിബിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മോംഗോഡിബി നമ്മൾ എങ്ങനെ ഡേറ്റ ഇട്ടാലും അത് പോയി സ്റ്റോറാവും. ഇങ്ങനെ വിളിച്ചാലല്ല കുറേ എളുപ്പത്തിൽ. പക്ഷെ അതിനൊരു പ്രത്യേക സ്കീമയില്ല. സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണം, അതിൻ്റെ ഒരു ഡേറ്റ നമ്മളിപ്പോൾ SQL എന്ന് പറയുമ്പോൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ടേബിൾ അല്ലേ, ആ ഒരു ഫോർമാറ്റ്, ഒരു ഒബ്ജക്റ്റ്, ആ ഒരു ഫോർമാറ്റിനെ സ്കീമ എന്ന് പറയുന്നത്. ഞാൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഒരു സ്കീമയുടെ എക്സാമ്പിൾ കാണിച്ചിരാം. അപ്പോൾ നമുക്കിവിടെ ഒരു സ്കീമ, ഇതൊരു സ്കീമയുടെ എക്സാമ്പിളാണ്, യൂസർ സ്കീമ. കണ്ട ആ യൂസർ സ്കീമ ഇത് ഒരു മെയിൻ കാര്യം പറയാണ്ട് MongoDB ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് കീ വാല്യൂ പെയർസ് ആയിട്ട്. ഇതൊരു NoSQL ഡേറ്റാബേസ് ആണ്. SQL ഡേറ്റാബേസും ഉണ്ട്, NoSQL ഡേറ്റാബേസും ഉണ്ട്. ഇതൊരു SQL ഡേറ്റാബേസ് ആണ്. ഇത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ഈ ഒബ്ജക്ട്സ് ഒക്കെ ആയിട്ടാണ്. ജെയ്സൺ ഫോർമാറ്റിലാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. കണ്ടു, ജെയ്സൺ ഫോർമാറ്റിൽ ഇത് ഒബ്ജക്റ്റ് ആയിട്ട് കീ വാല്യൂ പെയർ ആയിട്ടാണ് സ്റ്റോർ ആകുന്നത്. ഇപ്പം ഇത് ഒരു കീ, അതിൻ്റെ വാല്യൂ ആണ് ഇതൊരു കീ, ഇതൊരു വാല്യൂ. ഇതുപോലെ കുറേ ഒബ്ജക്ട്സ്, ഇപ്പോൾ മൈ ആപ്സ് എടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ ഒബ്ജക്ട്സ് ഉണ്ടെന്ന് കണ്ടോ. ഒരു ഒബ്ജക്റ്റ്, ഇത് രണ്ടാമത്തെ ഒബ്ജക്റ്റ്, മൂന്നാമത്തെ ഒബ്ജക്റ്റ്, അങ്ങനെ ഓരോ ഒബ്ജക്റ്റ് ആയിട്ട്. ആ ഓരോ ഒബ്ജക്റ്റിനും ഓരോ കീ ഉണ്ടാവും, ഒരു വാല്യൂ ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ഒബ്ജക്റ്റ്, ഇതൊരു കളക്ഷൻ, ഇതൊരു അറേ ഓഫ് ഒബ്ജക്ട്സ് ആണ്. മനസ്സിലായോ? അങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് സാധനങ്ങളൊക്കെ ആക്സസ് ചെയ്യുന്നത്. കൂടി കണക്ട് ചെയ്യാൻ പഠിച്ചു. അപ്പം ഞാൻ ഒരു സ്കീമയും കൂടി കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇതൊരു സ്കീമയാണ്. അപ്പോൾ ഇത് യൂസർ സ്കീമ മോംഗോസ് ഡോട്ട് സ്കീമ കൊടുത്തിട്ട് നമ്മളുടെ നെയിം സ്ട്രിങ് ആണ്, ഇമെയിൽ സ്ട്രിങ് ആണ്. അങ്ങനെ ഇതുപോലത്തെ ഒരു സ്കീമാണ്. ഇവിടെ വരുമ്പോൾ ഈ ഇതിൻ്റെ സ്കീമയിൽ നെയിം ഉണ്ട്, മാർക്കുണ്ട്. ID ഓട്ടോ ജനറേറ്റ് ചെയ്ത് വരുന്നതാണ്. എല്ലാ ഒബ്ജക്റ്റിലും നമ്മൾ ഇൻസർട്ട് ചെയ്യുന്ന എല്ലാത്തിനും ID ഓട്ടോ ജനറേറ്റ് ചെയ്ത് വരും. ഇത് നെയിം സ്ട്രിങ് ആണ്, മാർക്ക് നമ്പറാണ്. നമുക്കിങ്ങനെ ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് സ്കീമ ചെയ്യാം. എന്നിട്ട് ആ സ്കീമ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്കീമ ഉണ്ടാക്കി കാണിച്ചു തരാം. അത് ആദ്യം ഇവിടെ ഒരു സ്കീമ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പം ആദ്യം ഇവിടെ നമുക്ക് യൂസർ സ്കീമ ഉണ്ടാക്കാം. യൂസർ സ്കീമ ഇത് നമുക്ക് യൂസർ സ്കീമ ഈക്വൽ ടു മോംഗോസ് ഡോട്ട് സ്കീമ. അതിൻ്റെ അകത്ത് ഓരോ ഒബ്ജക്ട്സ് എന്തൊക്കെയാണോ വേണ്ടത്. ഇപ്പം എനിക്ക് വേണ്ടത് യൂസർ നെയിം വേണം. അത് ഞാനിപ്പോൾ സ്ട്രിങ് ആയിട്ടാണ് സേവ് ചെയ്യുന്നത്. ഇനി അടുത്തത് എന്താ വേണ്ടത്, മൊബൈൽ നമ്പർ. അപ്പം മൊബൈൽ നമ്പർ അതിപ്പോൾ നമുക്ക് നമ്പർ ആക്കി വെക്കാം. ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഈ സ്കീമ അത് കഴിഞ്ഞിട്ട് ഈ സ്കീമ നമ്മൾ രജിസ്റ്റർ ചെയ്യണം ഡേറ്റാബേസ്. അതിനൊരു മോഡലായിട്ട് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്ററിങ് സ്കീമ ടു മോംഗൂസ്. ഈ സ്കീമ നമ്മൾ മോംഗൂസിൽ രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് മാത്രമാണ് നമ്മൾ ഇത് വെച്ചിട്ട് കുറയുന്നത്. ഈ രജിസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതൊരു മോഡലായി മോഡൽ ജസ്റ്റ് ഒരു മോഡൽ പേര് കൊടുത്താൽ. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് പറയാം, ഇവിടെ നമുക്ക് യൂസർ മോഡൽ എന്ന് പറയാം. യൂസർ മോഡൽ ഈക്വൽ ടു എന്ത് ചെയ്യും, മോംഗൂസ് ഡോട്ട് മോഡൽ. ആ ഒരു മോഡലിൽ യൂസർ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ്റെ പേരാണ്. ഇവിടെ നിങ്ങൾ കണ്ട മൈ ആപ്പ് എന്ന് പറഞ്ഞ ഡേറ്റാബേസ്, അതിൻ്റെ അകത്ത് മൈ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ കളക്ഷൻ. അപ്പം ഈ കളക്ഷൻ്റെ പേരാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇവിടെ ഈ മൈ ആപ്പ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്
ഇവിടെ നമ്മൾ കൊടുത്തു സ്റ്റഡി എന്ന് പറഞ്ഞ ഡേറ്റാബേസിൻ്റെ അകത്ത് മൈ ആപ്പ് അല്ല നമുക്കിപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യം പറയുവാണെങ്കിൽ മൈ ആപ്പ് എന്ന് പറഞ്ഞ കളക്ഷൻ്റെ അകത്ത് സ്റ്റുഡൻറ് എന്ന് പറഞ്ഞ കളക്ഷൻ്റെ അകത്താണ് ഈ ഡേറ്റ നമ്മൾ ഇട്ടേക്കുന്നത്. അതുപോലെ നമ്മൾ ഇപ്പോഴത്തെ കേസിൽ പറയുമ്പോൾ മൈ ആപ്പ് എന്ന് പറഞ്ഞ സ്റ്റഡി എന്ന് പറഞ്ഞ ഡേറ്റാബേസിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതുപോലെ നമുക്കിപ്പോൾ യൂസേഴ്സ് എന്നാക്കാം. ആ കളക്ഷൻ യൂസേഴ്സ്, ആ കളക്ഷന് നമ്മളൊരു സ്കീമ ഡിഫൈൻ ചെയ്യും. അതാണ് പൊക്കത്ത് കൊടുത്ത സ്കീമ, യൂസർ സ്കീമ. മനസ്സിലായോ? എന്ന് വെച്ചാൽ ആ സ്കീമയും ആ കളക്ഷനും തമ്മിൽ ലിങ്ക് ചെയ്തു. ഇത് ഡേറ്റാബേസ്, ഇത് സെർവർ നമ്മൾ ആദ്യം 27017 അതിൻ്റെ അകത്തുള്ള സ്റ്റഡി എന്ന് പറയുന്ന ഡേറ്റാബേസ്, അതിൻ്റെ അകത്തുള്ള യൂസർ എന്ന് പറയുന്ന കളക്ഷൻ, ആ കളക്ഷനുള്ള ഡേറ്റാസ് എല്ലാം ഈ സ്കീമയിലായിരിക്കണം എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. കണ്ടല്ലോ? ഇതാണ് ഇത്രയും. ഇത് ഇപ്പൊ ഒരു സ്കീമ രജിസ്റ്റർ ചെയ്യാൻ പഠിച്ചിട്ട് ഇനി നമുക്ക് ഇത് വെച്ച് കുറയുന്നത് അടുത്ത പഠിപ്പിച്ചു തരാം.